വെൽക്കം ടു ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. അപ്പം ഇന്നൊരു കഥ പറയാലോ. ഒരു മാജിക് പെന്നാണ്. നമ്മുടെ സിംഹം കുട്ടിയുടെ കയ്യിൽ ഒരു മാജിക് പെൻ കിട്ടി. ഈ മാജിക് പെൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സിംഹം കുട്ടി വിചാരിച്ചപ്പോൾ അതിൻ്റെ അറ്റത്തൊരു ഇറേസർ, ഒന്നുമല്ല, ഇതൊരു ഇറേസബിൾ പെന്നാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇറേസർ പെന്ന് വെച്ചിട്ട് നമുക്കൊരു ആർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. ആൻഡ് ഇതെന്താണ് സംഭവം എന്ന് ഞാനിത് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. ഓക്കെ, ദിസ് ഈസ് എ വെരി ഗുഡ് തിങ്. നമ്മളെപ്പോഴും പെൻസിൽ കൊണ്ട് എഴുതി കഴിയുമ്പോൾ നമ്മൾ മായ്ക്കും, പക്ഷെ പേന എഴുതുമ്പോൾ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് യു എ സ്പിരിച്വൽ ഔട്ട്ലുക്ക് എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് once it is erased. Can you erase things in life? Of course you can erase, with certain small effort of not allowing it into your life, right? So that is what I did over here. I just wrote those things and I just erased it. ഭയങ്കര ലയണാണ് കേട്ടോ ഇത്, നമ്മുടെ കിങ് ആണ്. അപ്പോൾ ഇതാണ് ഇറേസബിൾ പെൻ ആർട്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ഇൻ ടു ദ പ്രൊഡക്റ്റ്. എന്താണ് ഈ ഇറേസബിൾ പെൻ? ഇതിന് ഒരു നിബുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ദ കിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഇറേസറിൻ്റെ പാർട്ട് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റബ്ബർ പോലെ, പ്ലാസ്റ്റിക് റബ്ബർ പോലെയാണത്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് കളർ ഇസ് ഇൻ ഓറഞ്ച്, ബ്ലാക്ക് അല്ല, ഓറഞ്ച് കളറാണത്. ആൻഡ് ഇറ്റ് ഇസ് 7mm നിബാണ്. ഓക്കെ, യു ക്യാൻ ബൈ ദിസ് ഇൻ സ്റ്റോഴ്സ് നൗ ഡേയ്സ്. എല്ലാ ബുക്ക് സ്റ്റോറിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ അവൈലബിൾ ആണ്. കുറച്ച് പ്രൈസിയാണ്, പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് മേടിച്ചു കൊടുത്താൽ. ആൻഡ് ഐ റോട്ട് എ കോട്ട് വിത്ത് ഇറ്റ്. ഒരു നല്ലൊരു കോട്ട് എഴുതി. അപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഡിസൈനിങ്. എനിക്കൊരു ബുക്ക് മാർക്കിൻ്റെ ഒരു ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വിൽ ട്രൈ ഔട്ട് സം ഡിസൈൻസ് ഇൻ ഇറ്റ്. അപ്പോൾ ഞാൻ ഡിസൈൻസ് ട്രൈ ഔട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായേ, നമ്മൾ ഈ സ്പേസിങ് നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യുമ്പം ആ സ്പേസിങ്ങിലൊക്കെ എങ്ങനെയായിരിക്കും ആക്ച്വലി നമ്മളിതൊക്കെ വൈറ്റ് പെന്ന് അല്ലെങ്കിൽ നമ്മൾ ഗ്യാപ്പ് വിടും. ഈ ഭാഗത്തൊന്നും നമ്മൾ കളർ ചെയ്യില്ല. പക്ഷേ ആ ഗ്യാപ്പിൽ വരുന്ന കാര്യങ്ങൾ നമ്മളത് വരച്ചെടുക്കുക. ആൻഡ് ദെൻ ഡു പുട്ട് കളേഴ്സ് ഇൻസൈഡ് ദാറ്റ് ഗ്യാപ്സ്. അപ്പോൾ ആ വരച്ച ഭാഗം മാത്രം നമ്മൾ ഈ നിബ് വെച്ചിട്ടാണ് അത് എന്താ പറയുക, ഞാൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ ഇറേസ് ചെയ്യാൻ പറ്റണത്. സോ ദിസ് ഈസ് ലൈക്ക് എ ഹ്യൂജ് സെഷനൊന്നുമില്ല, സ്മോൾ തിങ് ദാറ്റ് ഐ എം ഡൂയിങ്. ഒരു ഡിസൈൻ, ഒരു പെർട്ടിക്കുലർ ഡിസൈനൊന്നും മനസ്സിൽ തോന്നിയില്ല, വെറുതെ റാൻഡമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ഒരു ഐ ഡിഡ്ന്റ് റെഫർ ഇറ്റ്, ഐ ജസ്റ്റ് ഫ്രം മനസ്സിൽ തോന്നിയൊരു ഡിസൈനാണ്. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് പെൻ. ആക്ച്വലി ദ ഇങ്ക് ആൻഡ് ദി പെൻ ഇസ് വെരി സ്മൂത്ത്. യു ക്യാൻ റൈറ്റ്. പൊതുവേ നമ്മുടെ നിബുകളൊക്കെ, എഴുതുന്ന നിബുകളൊക്കെ ഭയങ്കര കളറായിട്ടുള്ള നിബുകളൊക്കെ ചിലപ്പോൾ അത് സ്മജ്ജൊക്കെ ആവും. ദിസ് ഈസ് നത്തിങ്, ദിസ് ഈസ് വെരി ടു ദ ആക്യുറേറ്റ്. നമുക്കത് മായ്ച്ച് കളയാൻ തോന്നില്ല, പക്ഷേ ഞാനത് മായ്ച്ച് കളഞ്ഞു. ആൻഡ് ഐ സോ ദിസ് ഈസ് സംതിങ്. ഇനി അത് കുറച്ചും കൂടെ ട്രിക്കിയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, നമ്മുടെ താമരയുടെ മുട്ടും താമരയൊക്കെ. അപ്പോൾ ഞാനത് വരച്ച് നോക്കിയപ്പോൾ അതും എനിക്ക് ഭയങ്കര, അതിൻ്റെ ആ എതുള്ള ഭാഗം മാത്രം ഇങ്ങനെ റബ്ബ് ചെയ്ത് കളഞ്ഞപ്പോൾ ഭയങ്കര രസം തോന്നി. ശരിക്കും പറയാൻ വെച്ചാൽ നല്ല ഡിസൈനാണ്. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ഔട്ട് ദിസ് ഡിസൈൻ. ഇറ്റ്സ് ലൈക്ക് എ മൊസൈക്ക് ആർട്ടാണ്. ഞാനത് കണ്ടെത്തി. സോ ഐ റെഫറൻസ് എടുത്തിട്ട് ഞാൻ സ്ട്രോബെറിയുടെ ഒരു മൊസൈക്ക് ആർട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ് ഇത്. അപ്പോൾ അത് എന്നിട്ട് റബ്ബ് ചെയ്ത് കളഞ്ഞു. ദെൻ എഗെയിൻ ഐ ഡിഡ് ലാസ്റ്റ് എൻഡിൽ, ബിക്കോസ് ഇറ്റ്സ് എ ബുക്ക് മാർക്ക്, ഐ തോട്ട് ഇറ്റ്സ് എ പോസിറ്റീവ് കോട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്മൈൽ എന്ന് പറഞ്ഞിട്ട് എഴുതി. ആൻഡ് ദെൻ ഐ ഡിസൈൻഡ് ഇറ്റ്. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. ആൻഡ് എനിബഡി ക്യാൻ ഡു ദിസ്. അങ്ങനെ ഇന്നതൊന്നുമില്ല. പക്ഷേ ഈ ഒരു പേന കാരണം നമുക്ക് എത്രത്തോളം നമുക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമുക്ക് കൊണ്ടുവരാം. ആൻഡ് ദെൻ ഫൈനൽ ഐ ഡിഡ് ആഡഡ് സം ഡിസൈൻസ് ഓഫ് മൈ ഓൺ. ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്, ഡൂഡലിംഗ് ആർട്ട് പോലെ.
So I hope you like this video. Until next time, thank you for joining me into this Kutti Magic Pen video.